ഇന്ന് ഉച്ചയ്ക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. മൃതദേഹം വീട്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞു. ശരിക്കും വഴിക്കണ്ണുമായി കാത്തിരുന്ന ആ ഒരമ്മ ഈ വീട്ടിലുണ്ട്. നമ്മോടൊക്കെ സംസാരിച്ച അമ്മയാണ്. സൈന്യത്തെ വിട്ടുതരണമെന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞ ആ അമ്മ, എൻ്റെ മകനെ കണ്ടുപിടിക്കാൻ സൈന്യത്തെ വിട്ടുതരണം എന്ന് പറഞ്ഞു. NDRF വന്നു. അതുകൊണ്ടൊന്നും തൃപ്തിയാകാത്ത അമ്മയുടെ അധ്വാനം പോലും അവസാനം എന്താണ് അർജുന് സംഭവിച്ചെന്നറിയാൻ കാരണമായി. അയാൻ എന്ന മകൻ, നമുക്കറിയാം, ഈ രാഘവപ്പറമ്പിലെ ചിത എന്നൊരു കവിത വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട്. ആ ആ ആത്മാവിൽ കത്തുന്ന ചിതയായിട്ട് അന്ന് ആ കുട്ടി മനസ്സിലാക്കുന്ന, വയലാർ എന്ന് പറയുന്ന കുട്ടി മനസ്സിലാക്കുന്ന, അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അച്ഛൻ എവിടെയോ ആലപ്പുഴയ്ക്കോ മറ്റോ പോയ പോലൊരു തോന്നൽ എന്ന കവിതയിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അയാൻ്റെ മനസ്സിൽ അച്ഛൻ പോയി തിരിച്ചു വരുമ്പോൾ നല്ല കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരും എന്നാവും അവൻ ചിന്തിക്കുക. ഒരുപക്ഷെ അവൻ്റെ അച്ഛൻ യാത്ര പോകുന്നത് പോലും കളിപ്പാട്ടം കൊണ്ടുവരാനാണെന്ന് ചിന്തിക്കുന്ന കുഞ്ഞു മനസ്സിലേക്ക് ഈ മൃതദേഹം ചേതനയേറ്റ് ചെല്ലുകയാണ്. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. ആഷ്മി, ഒരുപക്ഷെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന കാഴ്ചകൾക്ക് ഈ അർജുൻ്റെ കുടുംബാംഗങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു. നോക്കുക സ്കേൻ, അവിടെ കൂടിയിരിക്കുന്ന ആ ജനസാഗരത്തെ നോക്കുക സ്കേൻ. ഈ കൂട്ടത്തിൽ ആരും, ബഹുഭൂരിപക്ഷം പേർക്കും അർജുനെ ഇന്നുവരെ നേരിട്ട് അറിയാത്തവരാണ്. ആ നാട്ടുകാർക്ക് ഉറപ്പായും അർജുനെ അറിയാം. എന്തായാലും ആ കണ്ണാടിക്കലിൻ്റെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ചെറിയ ദിവസങ്ങളല്ല സ്കേൻ. അവർ വഴിക്കണ്ണുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 19 ദിവസങ്ങളായി. 19 ദിവസത്തിന് ശേഷം അർജുൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. സാധാരണഗതിയിൽ മടങ്ങി ഒരു വലിയ സന്തോഷമുണ്ടാക്കുന്ന കുഞ്ഞുപുത്രൻ്റെ കളിചിരികൾ കണ്ട് ആസ്വദിച്ചിരുന്ന അവന് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളുമായി, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കുള്ള വസ്ത്രങ്ങളുമായി, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി വരുമ്പോൾ വീട്ടിലേക്കുള്ള അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളുമായി ചിരിച്ചുകൊണ്ട് കയറി വന്ന അർജുൻ പക്ഷേ ഇന്ന് ചേതനേറ്റുള്ള മടക്കമാണ്. ചേതനേറ്റെന്ന് പറയുമ്പോൾ 72 നാളുകൾ ഗംഗാവലിയുടെ ആഴങ്ങളിൽ മരവിച്ച് കിടന്നതിന് ശേഷമുള്ള മടക്കമാണ്. വലിയ വേദന ഉറപ്പായും എസ്കേൻ അത് ഉണ്ടാക്കുന്നുണ്ട്. ആ വീട്ടിൽ നേരത്തെ നമ്മൾ ആകാശ ദൃശ്യങ്ങൾ കണ്ടിരുന്നു എസ്കേൻ. ഒരു ജനസാഗരമാണ് എന്ന് പറഞ്ഞാൽ അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആ ആംബുലൻസ് വരുന്നതിന് ചുറ്റും നൂറ് കണക്കിന് മനുഷ്യരാണ്. ഒരു വെള്ള പുതച്ച അർജുൻ വീട്ടിനകത്തേക്ക് പോകുമ്പോൾ അത് ആ വീടിന്, കണ്ണാടിക്കലിലെ അർജുൻ്റെ വീടിന് താങ്ങാവതല്ല എന്ന കാര്യം ഉറപ്പായും പറയാം. കാര്യം ഈ പറയുന്ന 72 ദിവസങ്ങൾ, 80ഓളം ദിവസങ്ങൾ കാത്തിരിക്കുമ്പോൾ പോലും ഉറപ്പായും അച്ഛനും അമ്മയ്ക്കും അവരുടെ പ്രിയപ്പെട്ട പുത്രൻ മടങ്ങിയെത്തും എന്നുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് സാധ്യമായില്ല എസ്കേൻ. ആ നാട് മുഴുവൻ ഒന്നാകെ അങ്ങോട്ട് കൊഴിയെത്തിയിട്ടുണ്ട്. അതിന് കാരണം ആ നാടിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ദങ്ങളുടെ ഭാരം പേറി അത്തരത്തിൽ ലോറി ഓടിച്ച് പുറത്തേക്ക് സംസ്ഥാനം വിട്ടു പോകാത്ത സമയത്തൊക്കെ, നാട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ അർജുൻ വീടിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളല്ല. കഴിഞ്ഞ പ്രളയത്തിലാവട്ടെ, അല്ലെങ്കിൽ നാടിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ് എസ്കേൻ. അവിടെ നമ്മൾ നേരത്തെ ഒരു മുദ്രാവാക്യം കേട്ടു, ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൊഴുകും ചോരയിലൂടെ എന്ന മുദ്രാവാക്യം. അതേതെങ്കിലും രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല എസ്കേൻ, അത് നാടിൻ്റെ ഒന്നാകെയുള്ള മുദ്രാവാക്യമാണ്. അത് നമ്മുടെയൊക്കെ കൃത്രിമങ്ങളുടെ മുദ്രാവാക്യമാണ്. അതിന് കാരണം അർജുൻ നമ്മുടെയൊക്കെ ഉള്ളിൽ എക്കാലവും ജീവിക്കും എസ്കേൻ. കാര്യം ഇത്തരത്തിൽ അസാധാരണമാവണ്ണം, ഇത്തരത്തിൽ സമാനതകളില്ലാതെ സ്നേഹിക്കപ്പെട്ടൊരു മനുഷ്യൻ, ഇത്തരത്തിൽ പ്രപഞ്ചമൊട്ടാകെയുള്ള മലയാളി തിരിച്ചു വരണമെന്ന് ഒരേ ഹൃദയത്തോട്, ഒരേ പ്രാർത്ഥനയോട് ആഗ്രഹിച്ചൊരു മനുഷ്യൻ കേരളത്തിൽ മറ്റൊരു മലയാളി ഇല്ല എന്ന് ഉറപ്പായും പറയാം. അതുകൊണ്ട് നമ്മുടെ അർജുൻ ഈ കഴിഞ്ഞ 72 നാളുകൾ കിടന്നത് ഗംഗാവലിയുടെ ആഴങ്ങളിലാണെങ്കിൽ അർജുൻ ഇനി ജീവിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ഹൃദയാഴങ്ങളിലാണ് എന്നുറപ്പായും പറയാം എസ്കേൻ. കണ്ണാടിക്കലിലെ വീട്ടിൽ എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എസ്കേൻ. അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളുടെ മുഖത്തൊക്കെ ഒരു വല്ലാത്ത ഒരു ഘനീഭവിച്ച സങ്കടഭാവം നമുക്ക് ആദ്യം മുതൽ തന്നെ, ഇന്ന് രാവിലെ മുതൽ തന്നെ കാണാം. അവരുടെയൊക്കെ വീട്ടിലെ ആരോ പോയ പോലെയാണ്. അവരുടെയൊക്കെ മക്കളോ അവരുടെയൊക്കെ ആരൊക്കെയോ നഷ്ടപ്പെട്ട വേദനയിൽ അവരവിടെ നിൽക്കുകയാണ്. എന്തായാലും പൊതുദർശനത്തിനും സമാനമായ രീതിയിൽ ഇത്രയധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് കണ്ണാടിക്കലിലെയോ കോഴിക്കോട്ടെ മാത്രം ആളുകളല്ല, ദൂരദേശങ്ങളിൽ നിന്ന് പോലും അവരുടെ പ്രിയപ്പെട്ട സഹോദരനെ, അവരുടെ പ്രിയപ്പെട്ട മകനെ, അവരുടെ പ്രിയപ്പെട്ട ചേട്ടനെ, അവരുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ, അനിയനെ ഒക്കെ കാണാൻ വേണ്ടി 100 ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു എസ്കേൻ. ഈ മണിക്കൂറിലൊക്കെ നമ്മൾ കണ്ടത് അതുതന്നെയാണ് എസ്കേൻ. കണ്ണാടിക്കൽ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങളിൽ, അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒക്കെ സജീവമായി പങ്കെടുത്ത ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് വീടിന് വേണ്ടിയല്ല, നാടിന് വേണ്ടി ജീവിച്ച ഒരാൾ കൂടി അർജുൻ. കേരളത്തിൻ്റെ മനസ്സ് മുഴുവൻ ആ കുടുംബത്തോട് ഒറ്റ മനസ്സോടെ, ഒരൊറ്റ ചിന്തയോടെ, വളരെ വൈകാരികമായി ആ നാട് പ്രതികരിക്കുകയായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ട മോനാണെന്ന് കണ്ണാടിക്കലിലെ ഒരു അമ്മ നേരത്തെ നമ്മളോട് പറയുന്നത് കേട്ടു എസ്കേൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാവം എന്ന് പറഞ്ഞാൽ അധികം ഒരു മൃദുഭാഷിയായ, കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു നല്ല ചെറുപ്പക്കാരനെ നാട് യാത്രാമൊഴി നൽകുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ കാണുകയാണ്. സംസ്കാരം
11 മണിയോടെ വീട്ടുവളപ്പിലെന്ന് പറയുമ്പോൾ പോലും ഇത് ചെറിയ ഒരു പൊതുദർശനം മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ പോലും ആളുകൾ ഇങ്ങനെ ദൂര ദേശങ്ങളിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ആ പൊതുദർശനം ചെറുതാക്കാൻ കഴിയുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വിട പറയുമ്പോൾ മാത്രം ഉണ്ടാവുന്ന, ഏതെങ്കിലും തലപ്പൊക്കമുള്ള, ഏതെങ്കിലും വലിയ കരിസ്മയുള്ള രാഷ്ട്രീയ നേതാവ് വിട പറയുമ്പോൾ മാത്രം നമ്മൾ കാണുന്ന ഈ ജനാരവം, ഈ ജനസാഗരം സങ്കടത്തിൻ്റെ ഒരു വേദനയുടെ ജനസാഗരം നമ്മൾ കാണുന്നത് ഒരു സാധാരണക്കാരൻ അർജുൻ്റെ കാര്യത്തിൽ മാത്രമാണ്. 72 ദിവസങ്ങൾക്ക് മുൻപ് അർജുൻ ആരാരും അറിയാത്തൊരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ 72 ദിവസങ്ങൾ കൊണ്ട് അർജുൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവനായി മാറി. നമ്മുടെയൊക്കെ അർജുന് വേണ്ടി പ്രാർത്ഥിക്കാത്തവരെ ഒരുപക്ഷെ കേരളത്തിൽ ആരും ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് ആ ദിവസങ്ങൾ. പക്ഷേ ആ പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ടാണ് അർജുൻ യാത്രയാവുന്നത്. അർജുൻ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന വഴികളാണിത്. ലോറിയുമായി പോകുമ്പോഴും അല്ലാതെയും ഒക്കെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന വഴികൾ കൂടിയാണ് അർജുൻ ഒരു വിലാപ വീഥിയിൽ കൂടി, ഒരു വിലാപയാത്ര പോലെ അർജുൻ കടന്നു വന്നു. ഇപ്പോൾ വീട്ടിലാണ്. വീട്ടിലേക്കും അർജുനെ ഒരു നോക്ക് കാണാൻ ഒരുപാട് പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അർജുനെ കാണുക എന്ന് പറഞ്ഞാൽ സാങ്കേതികാർത്ഥത്തിൽ മാത്രമാണത്. എങ്കിൽ കൂടിയും അർജുനെ കാണുക, അർജുൻ്റെ പ്രസൻസിൽ അവിടെ അല്പനേരം നിൽക്കുക, അവരുടെ കുടുംബത്തോട്. കെ ആർ ഗോപികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, അവിടെ വീട്ടിൽ പൊതുദർശനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണെന്ന് തോന്നുന്നു. എത്ര സമയം ആ പൊതുദർശനം തുടരുമെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? കാരണം ദൂര ദേശങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണാടിക്കലിലേക്ക്. ഗോപി. ഹാഷ്മി, പൊതുദർശനത്തിന് തയ്യാറായി കഴിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂറാണ് പൊതുദർശനത്തിന് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയം. പക്ഷേ 1 മണിക്കൂർ സമയം കൊണ്ട് ആ ആളുകൾക്കെല്ലാം അന്ത്യാഞ്ജലി അർപ്പിച്ച് കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. കാരണം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനമായി അർജുനെ കാണാൻ, ഈ വിലാപയാത്രയുടെ ഭാഗമാകാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നിരവധി ആളുകൾ, ഇപ്പോൾ അർജുനെ അറിയുന്നവരും അർജുനെ പരിചയമുള്ളവരും സുഹൃത്തുക്കളും അടുപ്പക്കാരും മാത്രമല്ല, നേരത്തെ വിജയകുമാറൊക്കെ സൂചിപ്പിച്ചതുപോലെ വാർത്തകളിലൂടെ അർജുൻ്റെ നഷ്ടത്തെക്കുറിച്ച്, അതിൻ്റെ വേദന നേരിട്ട് അനുഭവിച്ചവർ, അതിനോട് താതാത്മ്യം പ്രാപിച്ച ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ നാട്ടുവഴികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന വഴിയിലേക്ക് ചേർന്ന് വരുന്ന ധാരാളം ഇടവഴികളുണ്ട്. ആ ഇടവഴികളിലൂടെയൊക്കെ ജനങ്ങൾ ഇങ്ങനെ, അത് ആലങ്കാരികമായി പറയുകയില്ല, ഒഴുകിയെത്തുന്നത് പോലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് കൂട്ടമായി ഈ അർജുൻ്റെ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ വിലാപയാത്ര ഈ വഴികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ കാണാൻ കഴിഞ്ഞത്. അർജുൻ്റെ സ്വപ്ന ഭവനമായിരുന്ന, അർജുൻ്റെ സന്തോഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന, അർജുൻ്റെ കുടുംബാംഗങ്ങൾ സന്തോഷത്തോട് കഴിഞ്ഞിരുന്ന ഈ വസതിക്ക് ചേർന്ന് നിൽക്കുന്ന ഇടത്താണ് ഇപ്പോൾ അർജുന് വേണ്ടിയുള്ള അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ഇവിടെ ഈ അന്ത്യകർമ്മങ്ങൾക്ക് നിർവഹിക്കാൻ പോകുന്നത് അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. അഭിജിത്തായിരിക്കും സാധാ ഈ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ നിർവഹിക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ചിതയൊരുങ്ങുകയാണ് അർജുൻ്റെ വീടിനോട് ചേർന്നുള്ള ഈ ഇടത്ത്. ഈ വീടിൻ്റെ പുറത്തും എല്ലാ ഇടങ്ങളിലും ഈ പറമ്പിൽ നിന്നും അയൽ വീട്ടുകളിൽ നിന്നും ഒക്കെ ആളുകൾ ഈ പറമ്പുകളിലൊക്കെ തടിച്ചുകൂടി നിൽക്കുകയാണ്. മാധ്യമങ്ങളുടെ ഒരു വലിയ സംഘം. കാരണം ഇത് മലയാളികളുടെയൊക്കെ ഒരു തീരാ നോവായി അർജുൻ മാറിക്കഴിഞ്ഞിരുന്നു. ഈ 72 ദിവസം കൊണ്ട് അർജുൻ എന്ത് സംഭവിച്ചു എന്ന് സ്വന്തം കുടുംബാംഗങ്ങളിലെ ഒരാളെ നഷ്ടപ്പെട്ട അതേ ആകാംക്ഷയോടുകൂടി, അതേ വേദനയോടുകൂടി കേരളം ഒന്നാകെ അന്വേഷിച്ച് പോയ 72 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ അർജുൻ്റെ അന്ത്യയാത്ര കാണാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ, മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ വിലാപയാത്രയായി എത്തിയ അർജുൻ്റെ മൃതശരീരം ഇപ്പോൾ ആദ്യം ബന്ധുക്കളെ കാണിക്കുകയും അതിനുശേഷം പിന്നീട് നാട്ടുകാരെല്ലാം തന്നെ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവർക്ക് കാണാൻ വേണ്ടിയുള്ള സൗകര്യവും ഈ വീട്ടിനകത്ത് ഒരുക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ സമയമാണ് ഇപ്പോൾ ഈ പൊതുദർശനത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന ഹാഷ്മി. പക്ഷേ ഈ ജനക്കൂട്ടം കാണുമ്പോൾ അവർക്കെല്ലാം ഒന്ന് കണ്ട് പ്രണാമമർപ്പിച്ച് പോകാനുള്ള സമയം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അത് 1 മണിക്കൂറിലധികമാകാനുള്ള സാധ്യതയുണ്ട്. 11 മണിയോടുകൂടി ചിതയിലേക്ക് എടുക്കും അർജുൻ്റെ മൃതശരീരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വലിയ ജനാവലിക്ക് പ്രണാമമർപ്പിക്കാനുള്ള സൗകര്യം ഒരുങ്ങിക്കഴിയുമ്പോൾ ഒരു പക്ഷേ അത് 1.5 മണിക്കൂർ 2 മണിക്കൂറോ ഒക്കെ നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും വലിയൊരു
ആൾക്കൂട്ടത്തെ സാക്ഷിയാക്കിക്കൊണ്ടാണ്, നാട്ടുകാരുടെ സ്നേഹ വായ്പിൽ പൊതിഞ്ഞാണ് അർജുൻ്റെ അന്ത്യയാത്ര. ഒരു സാധാരണക്കാരനായ മനുഷ്യന് അനിതര സാധാരണമായ ഒരു വിടവാങ്ങൽ നൽകുന്നു എന്നതാണ് ഈ നാട്ടിലെ ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, അർജുൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനാകുന്നത് നിസ്വാർത്ഥമായ അർജുൻ്റെ ഇടപെടൽ കൊണ്ടാണ്, സ്നേഹ വായ്പ കൊണ്ടാണ്, ആത്മാർത്ഥത കൊണ്ടാണ്. സ്വന്തം കുടുംബത്തെ, അതിൻ്റെ ഉത്തരവാദിത്തത്തെ 16-ാം വയസ്സിൽ ചുമലിലേറ്റിയ അർജുൻ അവരുടെ ഓരോ കാര്യങ്ങളിലും സൂക്ഷ്മതയോടുകൂടി ഇടപെടുകയും തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രയത്നവും അധ്വാനവും അവരുടെ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത ആളാണ് അർജുൻ. അതുകൊണ്ട് തന്നെ അർജുൻ്റെ വിയോഗം എന്നത് കുടുംബത്തെ സംബന്ധിച്ച് ഒരു കാലത്തും അവർക്ക് നികത്താനാകാത്ത നഷ്ടമാണ്. അതേ സ്വഭാവത്തിൽ തന്നെയാണ് നാട്ടുകാരും അർജുനെ കുറിച്ച് പറയുന്നത്. അർജുൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച്, അർജുൻ്റെ ഇടപെടലുകളെക്കുറിച്ച്, അർജുൻ്റെ സാമൂഹിക ബോധത്തെക്കുറിച്ച് ഒരു ആവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും സ്വയം സന്നദ്ധനായി എത്തുന്ന ഒരു ചെറുപ്പക്കാരനായി അർജുൻ ഈ നാടിൻ്റെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ യുവജന സംഘടനയിൽ അംഗമായി പ്രവർത്തിക്കുമ്പോഴും, യുവ കലാസമിതിയിൽ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും, കലാ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും സദാ സന്നദ്ധനായ ഒരു ചെറുപ്പക്കാരൻ എന്ന മേൽവിലാസമാണ് അർജുൻ്റെ സ്വന്തം നാടായ കണ്ണാടിക്കലിൽ അർജുനുള്ളത്. അർജുന് ഇതുപോലൊരു വിയോഗം, ഇതുപോലൊരു മടക്കം ഒരിക്കലും ആരും തന്നെ അവരുടെ സങ്കല്പത്തിൽ പോലും കണ്ടതല്ല. 30 വയസ്സാണ് അർജുൻ്റെ പ്രായം. 16-ാം വയസ്സിൽ വളയം പിടിച്ചു തുടങ്ങിയതാണ് അർജുൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയും കുടുംബത്തെ അവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ പൂർണ്ണമായി വിനിയോഗിക്കുകയും ചെയ്ത ആളാണ് അർജുൻ. അതുകൊണ്ട് തന്നെ അർജുൻ ആ അർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃകയാണ്. അർജുൻ്റെ ഈ വിയോഗം എന്നത് ഒരു തീരാ നഷ്ടമാണ് ഈ നാടിന്. അതുകൊണ്ട് ഹാഷ്മി, ഒരു സംശയം വേണ്ട, ഈ നാടിൻ്റെ ഓർമ്മകളിൽ എന്നും അർജുൻ കത്തിജ്വലിച്ച് നിൽക്കും. ഒരുപക്ഷെ അർജുൻ്റെ ഈ വിവരങ്ങൾ അറിഞ്ഞ ആദ്യ ദിവസം മുതൽ, അർജുനെ കാണാതായി എന്ന് നമ്മൾ അറിയുന്ന ജൂലൈ 16-ാം തീയതി മുതൽ ഇന്ന് ഇങ്ങോട്ട് അർജുൻ്റെ മൃതശരീരം കണ്ടെടുക്കുന്ന ഈ 72 ദിവസങ്ങളിലും മാധ്യമങ്ങൾ കണ്ണിമ ചിമ്മാതെ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചിലിന് വേണ്ടിയുള്ള ഊർജ്ജമായി, അതിൻ്റെ കാവൽക്കാരായി നിന്നിരുന്നു. അതിനുവേണ്ടി സഹകരിച്ച് നിന്ന ധാരാളം ആളുകളെ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അതിൽ ഒരാളാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ.